രാഷ്ട്രീയകാര്യ സമിതിയിലെ വിമർശനങ്ങൾക്ക് പിന്നാലെ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. സ്വന്തമായി തീരുമാനമെടുക്കാൻ വി.ഡി. സതീശൻ ആരെന്ന ചോദ്യം ഇന്നലെ യോഗത്തിൽ ഉയർന്നിരുന്നു. തമ്മിലടി തുടർന്നാൽ ചുമതല ഒഴിയുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വ്യക്തമാക്കി. ഇങ്ങനെ തുടർന്നാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന നേതാക്കളുടെ മുന്നറിയിപ്പ് കൂടി പശ്ചാത്തലത്തിൽ ഐക്യം വ്യക്തമാക്കാൻ ഇന്ന് പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി അധ്യക്ഷനും ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കും. വാർത്തയുടെ വിവരങ്ങൾ സൂര്യഗായത്രി പങ്കുവയ്ക്കുന്നു. സൂര്യ, വാർത്താ സമ്മേളനം എപ്പോഴാണ്? ഈ ഒരു ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വിമർശനങ്ങളും വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അടക്കമുള്ളവർക്ക് വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മൂന്നാമതും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്ന നേതാക്കളുടെ ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിലുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത വലിയ വിമർശനങ്ങൾക്ക് കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കൾ അത് മുഖത്തടിച്ച പോലെ യോഗത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഒരു യോഗമായിരുന്നു അത്. പക്ഷേ നേതാക്കളുടെ അതൃപ്തി കാരണം എല്ലാവർക്കും ഒരുമിച്ചെത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗം ഇന്നലത്തേക്ക് മാറ്റിവെച്ചതും. ഇന്നലെ ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ യോഗത്തിൽ പങ്കുവച്ചു. അതിൽ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന് നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ.സി. വേണുഗോപാൽ പക്ഷവും പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവിന്റെ വസതി, അത് സാധാരണഗതിയിൽ ഈ കോൺഗ്രസുകാരുടെ ഒരു അഭയ കേന്ദ്രമായിട്ടാണ് നിലകൊള്ളാറുള്ളത്. പക്ഷേ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അത്തരത്തിൽ അഭയ കേന്ദ്രമല്ലാതായി മാറി കന്റോൺമെന്റ് ഹൌസ് എന്ന വിമർശനം അത് നേരിടേണ്ടതായി വന്നു പ്രതിപക്ഷ നേതാവിന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇന്നലെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. 2026 എത്ര സീറ്റുകൾ അധികമായി നേടാം എന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു ചർച്ച നടത്തുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിമർശനം അത് എ.പി. അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റയ്ക്ക് ഇതൊക്കെ തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവിന് എന്ത് അധികാരം എന്നായിരുന്നു ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് തനിക്ക് അധികാരമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടുപേരും തർക്കത്തിലേക്ക് ഏർപ്പെടുന്ന സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാൽ ഇടപെടുകയും ആ തർക്കം അവിടെ വെച്ച് നിർത്തുകയും ചെയ്യുകയാണോ ചെയ്തത്. പ്രതിപക്ഷ നേതാവ് പ്രസംഗം പൂർത്തിയാക്കാതെയാണ് യോഗത്തിൽ നിന്ന് പോയത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ നിലവിലുള്ള ഒരു എം.എൽ.എയുടെ ഭാഗത്ത് നിന്നടക്കം അതിരൂക്ഷമായ വിമർശനം നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഉയർന്നത് നേതാക്കൾക്കിടയിൽ ഐക്യമില്ല എന്നുള്ള വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻപത്തെ പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി അധ്യക്ഷനും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച, ഒരു ഐക്യമില്ലായ്മയാണ് പ്രധാനമായും മറ്റ് നേതാക്കൾക്കിടയിൽ ചർച്ചയായത്. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ, ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നേതാക്കൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇതൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ഒരുമിച്ച് ഒരേ അഭിപ്രായം നേതാക്കൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ തർക്കത്തിനിടയിൽ ഈ തർക്കം പെട്ടെന്ന് അവസാനിപ്പിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഐക്യമില്ല എങ്കിൽ താൻ ചുമതല ഒഴിയുമെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറയുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത സാഹചര്യത്തിലേക്ക് ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം നീങ്ങി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് ഇത്തരത്തിൽ ഐക്യം അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തണം, വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കണം എന്നൊരു ആവശ്യം അത് ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായതാണ്. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ രണ്ടുപേരും സംയുക്തമായി ചേർന്ന ഒരു വാർത്താ സമ്മേളനം വിളിക്കും എന്ന ഒരു വിവരം പുറത്തുവരുന്നത്. എന്തായാലും സർക്കാരിനെതിരെ അതിരൂക്ഷമായ, പ്രത്യേകിച്ച് ബ്രൂവറി വിഷയത്തിലടക്കം അതിരൂക്ഷമായ പ്രതിഷേധം തീർക്കാനും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനും കൂടി ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അത് നേതാക്കൾക്കിടയിലെ വിമർശനങ്ങളും ഒരു ഐക്യമില്ലായ്മയും പങ്കുവയ്ക്കാനും അത്തരത്തിൽ വീണ്ടും
ചർച്ചകൾ കൊണ്ടുപോകാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. എന്നാലും തദ്ദേശീയ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വിജയിച്ചേ തീരൂ എന്ന ഒരു ഘട്ടത്തിലാണ് നിലവിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്നത്, UDF എത്തി നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ നേതാക്കൾക്കിടയിലുള്ള ഈ ഐക്യമില്ലായ്മയൊക്കെ തന്നെ ഒരു പ്രശ്നമാകും. അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകും എന്നുള്ളത് കൊണ്ട് തന്നെ തർക്കമൊക്കെ മാറ്റിവെച്ച് ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന ഒരു ആവശ്യമാണ് ഇന്നലെ പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ചർച്ച ഇനി തുടരേണ്ടതില്ല. അത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കണമെന്നൊരു ആവശ്യം മറ്റ് നേതാക്കൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭരണപക്ഷം അടക്കം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഒരു തർക്കം നടക്കുന്നുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത്തരത്തിലൊരു പുനഃസംഘടന ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം നടത്തണമെന്നതാണ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. KPCC അധ്യക്ഷനെ അടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനാ രൂപീകരണം ആലോചനയിലുണ്ടെങ്കിൽ അത് എത്രയും വേഗം നടപ്പാക്കണം. അതല്ല, പുനഃസംഘടന ആലോചനയിലില്ല എങ്കിൽ ആ ചർച്ച അവസാനിപ്പിക്കണം. കാരണം K സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നടക്കമുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ആ വാർത്തകൾക്ക് കഴമ്പില്ലാതാക്കണം, അത്തരത്തിലുള്ള ചർച്ച നിർത്തിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും KPCCയുടെ മുന്നിൽ PV അൻവർ നൽകിയ ഒരു കത്ത് കൂടി ഉണ്ടായിരുന്നു. തന്നെ UDFിലേക്ക് എടുക്കണമെന്നൊരു ആവശ്യം ഉയർത്തി PV അൻവർ നൽകിയ കത്തിന്മേൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. നേതാക്കൾ പൊതുവെ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്ന് തന്നെ വേണം പറയേണ്ടത്. കാരണം കോൺഗ്രസിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയ ആളാണ്. അതിനുശേഷം ഇടതിലേക്ക് ചേക്കേറുന്നു. ഇടതിൽ നിന്ന് പിണങ്ങിപ്പിരിഞ്ഞ് തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നു. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് PV അൻവർ. പക്ഷേ അത്തരത്തിൽ സംസ്ഥാന കോർഡിനേറ്ററായി MLA സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിലും കോൺഗ്രസിനോടും അതുപോലെ തന്നെ UDFിനോടുമുള്ള ഒരു താല്പര്യമാണ് PV അൻവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കത്ത് KPCCക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിന്മേൽ വലിയ ഒരു ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തട്ടെ എന്നുള്ള ഒരു നിലപാടാണ് നിലവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും ഒറ്റവാക്കിൽ PV അൻവറിനെ സംബന്ധിക്കുന്ന വിഷയം അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾക്കിടയിലുള്ള ഐക്യമില്ലായ്മ തന്നെയാണ്. അത് മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിനിടയിൽ ഈ മുഖ്യമന്ത്രി ആരാകുമെന്നതടക്കമുള്ള ചർച്ചകൾ മാറ്റിവെക്കണം എന്നൊരാവശ്യം കൂടി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇന്നലെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു.